രാഷ്ട്രീയം ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ല. എനിക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയമില്ല. ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് UDF സർക്കാരാണെങ്കിൽ ആ UDF സർക്കാരിന്റെ സഹായം നമുക്ക് തേടേണ്ടി വരും. ഒരു ബോർഡിന് സർക്കാരിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നിങ്ങൾ നോക്കൂ, 70 ദിവസത്തെ മണ്ഡലമകരോളത്തെ മഹോത്സവം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം സർക്കാർ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു ആരാധനാലയമില്ല. ഉറൂസ് മഹോത്സവം, തൃശ്ശൂർ പൂരം, അങ്ങനെ ഒട്ടനവധി വിവിധ ആരാധനാ കേന്ദ്രങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ 1 ദിവസമോ 2 ദിവസമോ 7 ദിവസമോ ആണ്. ഇത് 70 ദിവസമാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 13,000-ഓളം പോലീസ് മാത്രം നമുക്ക് വേണം. അത് കേവലം കേരളത്തിലാകമാനം. ശബരിമല മഹോത്സവത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എല്ലാ അമ്പലങ്ങളിലും ശബരിമല സീസണാകുമ്പോൾ അറിയാമല്ലോ, കേരളം മുഴുവൻ ഉണരുകയാണ്, അല്ലേ? നാമജപങ്ങളോടുകൂടി ഉണരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർ, കർണാടകത്തിൽ നിന്നും വരുന്നവർ ഓരോ കേരളത്തിലെ ക്ഷേത്രങ്ങളും കയറി അവിടെ കാണിക്കയിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടേക്കെല്ലാം പോലീസിന്റെ സംവിധാനം വേണം. നിലയ്ക്കൽ, എരുമേലി, നിലയ്ക്കൽ, പമ്പ സന്നിധാനം 4,500 പോലീസാണ്. മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ, വാട്ടർ അതോറിറ്റി, അവിടേക്കുള്ള എല്ലാം കൂടി 13,000-ഓളം ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അവരുടെ ആ 70 ദിവസത്തെ ശമ്പളം, അലവൻസ്, ഇതെല്ലാം കൊടുക്കുന്നത് സർക്കാരാണ്. അങ്ങോട്ടേക്കുള്ള റോഡുകൾ, അങ്ങോട്ടേക്കുള്ള പാലങ്ങൾ, അത് ഏത് സർക്കാരായാലും, ഞാൻ പറയുന്നു ഏത് സർക്കാരായാലും അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ സർക്കാരിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കോടാനുകോടി രൂപയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് ചെലവാകുന്നത്. 141 കോടി രൂപയുടെ ഇടത്താവള വികസനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയോ പദ്ധതികളും പരിപാടികളുമാണ് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. കോവിഡ് വന്നു നമ്മുടെ ലോകത്ത് കോവിഡ് വന്നു. എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നു. ക്ഷേത്രങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാം കണ്ടെയ്ൻമെന്റ് സോണിലായി, അടച്ചിടേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് ഞാനിവിടെ ഒന്ന് അഭിമാനത്തോട് പറയുന്നു, അന്ന് ഞാനല്ല പ്രസിഡന്റ്, എങ്കിലും ഞാൻ പറയുകയാണ്, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു. ഭഗവാന് തിരി കത്തിച്ചു, ഭഗവാന് നിവേദ്യം കൊടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു, നിവേദ്യം നൽകി. സത്യത്തിൽ നന്ദികേട് പറയാൻ പാടില്ലല്ലോ. സർക്കാരിന്റെ സഹായം കൊണ്ടാണ് നമുക്കത് സാധ്യമായത്. അത് ഏത് സർക്കാരായാലും ചെയ്യേണ്ടി വരും. സർക്കാരിന്റെ സഹായം, ഈ സർക്കാരിന്റെ സഹായം കൊണ്ടാണ് 141 കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് കിട്ടിയത്. പക്ഷെ പല ട്രസ്റ്റുകളുടെയും ക്ഷേത്രങ്ങൾ തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോ സർക്കാരിന്റെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? അതുകൊണ്ടാണ് 2 കാര്യങ്ങൾ. ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയുടെ ശ്രീ ധർമ്മശാസ്താവിന്റെ പേരിൽ എന്തുകൊണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചു? 2, എന്തുകൊണ്ട് സർക്കാരിന്റെ സഹായം വേണ്ടി വന്നു? ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതാർക്കും മനസ്സിലാകാത്ത കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം സംസ്കരിച്ചുകൊണ്ട് കാടടച്ച് വെടിവെക്കുന്നൊരു സമീപനത്തിലേക്ക് പോകരുത്. ശബരിമലയ്ക്കൊരു കുഴപ്പമുണ്ട്. ശബരിമല എന്ത് ചെയ്താലും വിവാദമാണ്. അത് ശബരിമലയുടെ ഒരു കുഴപ്പമായിരിക്കാം. നിങ്ങൾ നോക്കൂ, സ്വർണവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുള്ള നടക്കുകയാണ്. ശ്രീകോവിലിന്റെ മുന്നിൽ 2 ദ്വാരപാലകരുടെ ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് പോയി. കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ താമസിച്ചു പോയി. അത് വലിയ വിഷയമായി. വന്ന വാർത്ത എന്തെന്നറിയാമോ? ഏതോ 1-2 ഓൺലൈൻ ചാനലിൽ വന്ന വാർത്തയാണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ കൊള്ള, മറവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണം. ഇതൊക്കെയാണ് വരുന്ന വാർത്തകൾ. വലിയ അന്വേഷണമായി കോടതി അന്വേഷിക്കാൻ ഞങ്ങളുടെ SP ചുമതലപ്പെടുത്തി. ഞങ്ങളുടെ SP അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP-യുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി, ഓരോ മണിക്കൂറിലും മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിൽ വീഡിയോ ചിത്രീകരണത്തോടുകൂടി
ചെന്നൈയിൽ കൊണ്ടുപോയി. ചെറിയൊരു സാങ്കേതിക പിഴവ് അറിയിക്കാൻ വിട്ടുപോയി. കോടതിയിൽ അറിയിക്കുന്നു, കോടതി അംഗീകരിക്കുന്നു, തിരിച്ചുണ്ടാകുന്നു. ഇതാ കൊണ്ടുവച്ചിരിക്കാം. ഇനി കോടതിയുടെ ഒരു പെർമിഷനൊക്കെ വാങ്ങി താന്ത്രികപരമായ കാര്യങ്ങളിൽ തന്ത്രിയുടെ അനുവാദമൊക്കെയായി ശുദ്ധിക്രിയ നടത്തി ഞങ്ങളവിടെ സമർപ്പിക്കും. പക്ഷെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം അതൊന്നുമല്ല. അതിനുശേഷം പിന്നെ ഈ 2019 ഒരു വിഷയം, അതിൽ വന്നൊരു വാർത്ത, 4 കിലോ സ്വർണം കാണാതായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദ്വാരപാലകരുടെ മൊത്തത്തിലുള്ള പൂശിയിരിക്കുന്ന സ്വർണം 364 ഗ്രാമാണ്. ഈ 2 ദ്വാരപാലകരും അതിൻ്റെ താങ്ങുപീഠവും എല്ലാം കൂടി മൊത്തത്തിലുള്ള സ്വർണം പൂശിയതിൻ്റെ അളവ് എത്രയാണ്? 364 ഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ് ഒരു പവൻ. എന്ന് പറഞ്ഞാൽ ഒരു 38 കിലോ വരും. ഒരു 38 പവൻ വരും. ഈ 364 ഗ്രാം എന്ന് പറയുന്നത് 38 പവൻ. ഒരു കിലോ എന്ന് പറയുന്നത് എത്ര പവനാണ്? 125 പവനാണ്. 125 പവനാണ് ഒരു കിലോ. അപ്പോൾ 38 പവനാണ് ഇതിനാകെ വരുന്നത്. അര കിലോയിൽ താഴെയാണ് ഈ 2 ദ്വാരപാലകന്മാർക്കും താങ്ങുപീഠവും എല്ലാം കൂടി സ്വർണം പൂശിയിരിക്കുന്നത്. ഈ അര കിലോ സ്വർണം ഇരിക്കുമ്പോഴാണ് 4 കിലോ സ്വർണം പോയി എന്ന് പറയുന്നത്. എന്താണ് ഈ 4 കിലോ? ഇതിലെ ചെമ്പിലെ അളവാണ്. ഇത് പൂശിയിരിക്കുന്ന ചെമ്പിലല്ലേ? ഈ ചെമ്പുമായി ബന്ധപ്പെട്ട അളവാണ് ഈ പറയുന്ന 4 കിലോ. എന്തെല്ലാം പേരുദോഷങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ വന്ന് നിങ്ങളുടെ ഈ വേദിയിൽ, നിങ്ങളുടെ ഈ സദസ്സിനെ, ഈ ആത്മീയ സദസ്സിനെ മുൻനിർത്തി പറയുന്നു, 1 രൂപയുടെ അഴിമതി പോലും, വളരെ സുതാര്യമായി ഒരു കട്ടൻ ചായയുടെ അഴിമതി പോലും നടത്താതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനും ഞങ്ങളുടെ ബോർഡ് മുന്നോട്ട് പോകുന്നതെന്ന് അഭിമാനത്തോടെ ഭഗവാന്റെ പേരിൽ പറയാൻ എനിക്ക് മടിയില്ല. കാരണം അത്രയും സത്യസന്ധമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന സാമുദായ ആചാര്യന്മാർ, ശ്രീ സുകുമാര സാറായാലും ശ്രീ വെള്ളപ്പള്ളി സാറായാലും ബഹുമാനായ ശ്രീ ശ്രീകുമാർ ആയാലും അങ്ങനെ ഒട്ടനവധി സാമുദായിക നേതാക്കന്മാർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സത്യസന്ധമായും സുതാര്യമായും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി അവബോധത്തോടുകൂടി ആത്മപരിശോധന നടത്തി വിമർശനങ്ങൾ പറയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു വിമർശനം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ഞങ്ങൾ കുറ്റം ചെയ്താൽ സ്വാഭാവികമായും ഞങ്ങൾ ശിക്ഷിച്ചോട്ടെ, പ്രശ്നമില്ല. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം മംഗളമായി നടക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടൊരു മാനവും അഭിമാനവും ഉണ്ടല്ലോ, അതിനാരാണ് സമാധാനം പറയുന്നത്? കുഴപ്പമില്ല, അവർക്ക് ഈ വേദിയിലിരിക്കുമ്പോൾ, ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവും എന്ന് നമുക്കറിയാം. എല്ലാം കഴിഞ്ഞ് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകും, അതും കടന്നു പോകും.